ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗായ്സ്, ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്ന് എന്ത് നോമ്പറക്ക എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോന്ന്. അങ്ങനെ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തോന്ന്. അതാ ഗായ്സ്, ചട്ടിപ്പത്തിരി. അപ്പോൾ പോയി ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ? കമോൺ ഗായ്സ്. ഗായ്സ് ഉണ്ടാക്കുന്നത് കുറേ ലൂസാവാൻ പാടില്ല, കുറേ കട്ടിയാവാനും പാടില്ല. എന്താ ഈ പാകത്തിന് കലക്കിയെടുത്താൽ മതി ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ദോശ ചുട്ടെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ദോശ ചുറ്റി കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ദോശ ഈ പാകത്തിലൊന്ന് ദോശ ആയിട്ട് കൊടുക്കണം. അപ്പം വന്നുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മറിച്ചിടാം. ദോശ മറിച്ചിടാനിട്ടില്ല, എന്നാലും ഞാൻ മറിച്ചിടാനുണ്ട്. കുറച്ച് ആട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട്, അത് അനത്തി പിടിക്കുന്നു ഗൈസ്. അപ്പോൾ ദോശയൊക്കെ ചുട്ടിട്ടായിട്ടോ. എനിക്ക് 8 ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ചട്ടി എടുക്കാം. പിന്നെ ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടായാലും പൊട്ടിത്തെറിക്കും എണ്ണ. അതുകൊണ്ടാണ് വെള്ളം ഒന്ന് ആറിയിട്ടെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നീരൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ചെറുങ്ങനെ ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ പടം മുറിച്ചിട്ടില്ലായിരുന്നു, ആ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളുള്ളി ചതച്ചത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടാം കേട്ടോ. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇടാൻ പോകുന്ന ഗരം മസാല, ഇതിലെല്ലാം ഉണ്ടല്ലോ, ഇത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട അടിച്ചു കൂട്ടാം കേട്ടോ ഗൈസ്. അപ്പോൾ മസാല പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ മസാല റെഡിയായി കേട്ടോ ഗൈസ്. 2 മുട്ട അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പം മിക്സ് ആക്കിയിട്ടായി. ഗൈസ് ഡൺ.
ഗൈസ് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ട മുക്കിയ ദോശ തന്നെ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഗൈസ് പിന്നെ എനിക്ക് പുതിന ചെപ്പ് ഇടുന്നത് കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ഇതിലേക്ക് പുതിന ചെപ്പ് ഇടണം കേട്ടോ. മസാല ഇവിടെയുണ്ട്. ഇനി മസാല ആ ദോശത്തിന് മുകളിൽ ഇട്ടാണ് കേട്ടോ. അപ്പം മസാല ഇട്ടിട്ടുണ്ട്. ഇനി ചപ്പാത്തിൻ്റെ മുകളിലേക്ക് ദോശ വെച്ചാൽ മതി. ഇങ്ങനെ ലെയർ ആക്കിക്കൊണ്ട് പോകുന്നത് ഗൈസ്. അങ്ങനെ 8 ലെയർ ഇങ്ങനെ ലെയറാക്കി വെക്കാം. എന്നിട്ട് കാണിക്കാം ഗൈസ്. ഗൈസ് ഇനി വെക്കാണ്ട് ലാസ്റ്റത്തെ ലെയറാണ് കേട്ടോ. ഇനി ആ ദോശ ഇതിനെ ഇങ്ങനെ മുക്കിയെടുക്കാം. ഒരു മുട്ട കൂടെ ഞാൻ ഒടിച്ചെടുത്തു ഗൈസ്. ആ മുട്ട തീഞ്ഞില്ല. അങ്ങനെ തന്നെ ഒരു മുട്ട കൂടെ എടുത്തു. ഈ മുട്ട നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തോ. ഈ ബാക്കി വരുന്ന മുട്ട ഉണ്ടല്ലോ ഗൈസ്. ഇനി ഈ ബാക്കി വരുന്ന മുട്ട ഉണ്ടല്ലോ അതൊന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ബാക്കിൻ്റെ സൈഡിലുള്ള ബാക്കിൻ്റെ അത് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഗൈസ്. ഗൈസ് അപ്പോൾ ഒന്ന് മൂടിയിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് ലോ മീഡിയമിൽ വേട്ടെ കേട്ടോ. ഗൈസ് അപ്പോൾ 5 മിനിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വേട്ടെ. ഗൈസ് അപ്പോൾ ചട്ടിപ്പത്തിരി റെഡിയായി കേട്ടോ. ഇതാണ് നമ്മളെ ചട്ടിപ്പത്തിരി. നോമ്പ് തുറക്കാൻ അടിപൊളി ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. വീട്ടിലിരിക്കുന്ന സാധനം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി. ഗൈസ് അപ്പോൾ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.